വരാനിരിക്കുന്ന മശിഹ സഹിക്കാൻ പോകുന്ന സഹനങ്ങൾ മെറ്റിക്കുലസായി ആത്മാവിൽ കണ്ട് അതൊരു പാട്ടായിട്ട് എഴുതി, കമ്പോസ് ചെയ്തു, പാടി. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്ന് അംബ്രോസ് ബ്രദർ നമ്മളോടൊപ്പമുണ്ട്. ഷമാ സിസ്റ്റർ എല്ലായ്പ്പോഴും നമ്മളോടൊപ്പം ഉണ്ട്. ഞങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്ത് എത്ര നേരം ഇരിക്കുന്നത്? കുറേ നേരമില്ല. എല്ലാവരും ജോയിൻ ചെയ്യുക, എല്ലാവരും ഒന്ന് വിളിച്ചു പറയുക. കാരണം പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എല്ലാവരും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്പോൺസേഴ്സിനായി പ്രാർത്ഥിക്കാം. യെസ്, ഇന്നത്തെ ആദ്യത്തെ സ്പോൺസർ മലപ്പുറത്ത് നിന്ന് സുലോചനയാണ്. താങ്ക് യു സോ മച്ച് സുലോചന സിസ്റ്റർ. കർത്താവെ, മക്കളായ തുഷാരയ്ക്കും ചിത്തിരയ്ക്കും എത്രയും വേഗം ഗവൺമെന്റ് ജോലി ലഭിക്കുവാൻ കർത്താവിന്റെ കൃപ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടുത്ത നമ്മുടെ സ്പോൺസർ തമ്മനത്ത് നിന്ന് അനില കൃഷ്ണനാണ്. താങ്ക് യു സോ മച്ച് അനില കൃഷ്ണൻ. കർത്താവെ, ഭവനം പൂർത്തിയായതിന്റെ നന്ദി സൂചകമായിട്ടാണല്ലോ ഇത് സമർപ്പിച്ചിരിക്കുന്നത്. ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 2 മക്കൾക്കും തലമുറകളെ ലഭിക്കുവാൻ കർത്താവിന്റെ കൃപയുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കഴിഞ്ഞ ചില ദിവസങ്ങൾ നമ്മൾ എവിടെ യോശുവയിൽ നിന്ന് തുടങ്ങിയില്ലേ? പിന്നെ ന്യായാധിപന്മാരുടെ കാലഘട്ടങ്ങളിലൂടെ പോയി. അതില് നമ്മൾ ആരെയൊക്കെ കണ്ടു? ഒത്നിയേലിനെ കണ്ടു, ഗിദെയോനെ കണ്ടു, ശിംശോനെ കണ്ടു, വേറെ കുറേ ഉണ്ട്. എല്ലാം നമ്മൾ എടുക്കുന്നില്ല, സ്കിപ്പ് ചെയ്തു. ബാക്കിയൊക്കെ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് ഇട്ടിരിക്കുകയാണ്. ഇനി പെട്ടെന്ന് നമ്മൾ പോകുന്നത് ദാവീദ്. എല്ലാ പ്രസംഗകരുടെയും സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുടെയും സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന്റെ ഇഷ്ടഭാജനമായ ദാവീദ്. പണ്ടൊരാൾ പറഞ്ഞു, ദാവീദ് ഇല്ലായിരുന്നെങ്കിൽ പ്രസംഗിക്കുന്നവർ എന്ത് പ്രസംഗിച്ചേനെ. അതെ, ഈ സങ്കീർത്തനം മുഴുവൻ എഴുതിയ ദാവീദല്ലായിരുന്നു. എന്ത് വായിച്ചേനെ സഭകളിൽ, എന്ത് വായിച്ച. ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു പ്രസംഗിക്കാൻ പറഞ്ഞു. 23-ാം സങ്കീർത്തനം എടുത്തു. 23-ാം സങ്കീർത്തനം എടുത്തിട്ട് ഒന്നും അറിയില്ല, തുടക്കമില്ല. പറഞ്ഞു, ഈ സങ്കീർത്തനം ദാവീദ് എഴുതിയതാണ്. ദാവീദ് അല്ലാതെ മറ്റാരും ഈ സങ്കീർത്തനം എഴുതാൻ സാധ്യതയില്ല. 23-ാം സങ്കീർത്തനം ദാവീദിന്റെ സങ്കീർത്തനം തന്നെയാണ്. അങ്ങനെ ഒരു 5-8 സെന്റൻസുകൾ പറഞ്ഞിട്ട്, ഈ ദാവീദും ഗോലിയാത്തും ഇല്ലായിരുന്നെങ്കിൽ പ്രസംഗവേദികൾ എന്തായി തീർന്നു? ശൂന്യമായി പോയി. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും സങ്കീർത്തനങ്ങളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യൻ. പക്ഷെ യേശുവിൻ്റെ ഒരു നിഴലായി വളരെയധികം റിസംബ്ലൻസ് ഉള്ള, യേശുവിനെ വിളിക്കുന്നത് പോലും ദ സൺ ഓഫ് ഡേവിഡ് എന്നാണ് അല്ലേ? കണ്ണു കാണാത്ത ഒരാള് എന്താ വിളിച്ചു പറയുന്നത്? ദാവീദ് പുത്രാ. ദാവീദ് എന്ന് ഏത് കാലത്ത് ജീവിച്ചിരുന്ന ആളാണ്. അത്രത്തോളം ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ഒരു കഥാപാത്രം. അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ ഷാഡോ ആൻഡ് സബ്സ്റ്റൻസ് എന്ന രീതിയിൽ നമുക്ക് തീരം ആമുഖമായിട്ട് ചില വചനങ്ങൾ നമ്മൾ നോക്കണം. അതിനോട് അനുബന്ധിച്ച് അപ്പൊ നമ്മളിപ്പം ന്യായാധിപന്മാരിലുള്ള പുസ്തകമാണ് ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ നിങ്ങൾ വായിക്കേണ്ടത് 1 ശമൂവേൽ, 2 ശമൂവേൽ, 1 രാജാക്കന്മാർ. ഇത്രയും പുസ്തകങ്ങൾ വായിച്ചാലാണ് ദാവീദിനെ കുറിച്ചുള്ള ഒരു ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ ന്യായാധിപന്മാരുടെ കാലഘട്ടം കഴിഞ്ഞ് സാമുവേൽ, അവസാനത്തെ ന്യായാധിപനും അപ്പോൾ തന്നെ ഒരു പ്രവാചകനുമായ സാമുവേലിന്റെ അവിടെ വെച്ചൊരു ട്രാൻസിഷൻ സംഭവിക്കുന്നത്. രാജഭരണത്തിലേക്ക്. അതുവരെ എല്ലാ രാജ്യങ്ങൾക്കും രാജാവ് ഉണ്ടായിരുന്നിട്ട് ഇവർക്ക് രാജാക്കന്മാരില്ലായിരുന്നു. മോശയുടെ കാലത്ത് മോശ എല്ലാ കാര്യങ്ങളും ചെയ്തു, ജോഷുവയുടെ കാലത്ത് ജോഷു ചെയ്തു. പിന്നെ പെട്ടെന്ന് ഒരു കാലഘട്ടം മുഴുവൻ ന്യായാധിപന്മാർ എന്നറിയപ്പെടുന്നവർ, അത് കനാൻ നാട്ടിലെത്തിയ ശേഷമാണ്, അനുഗ്രഹങ്ങൾ കിട്ടിയ ശേഷം.
സെറ്റിലായ ശേഷമുള്ള അപ്സ് ആൻഡ് ഡൗൺസിൽ അവർ കൊണ്ടുപോയി. എന്നാൽ അതിന് ശേഷമാണ് അവർ ചുറ്റും നോക്കിയപ്പോൾ എല്ലായിടത്തും കിരീടമൊക്കെ വെച്ചിട്ട് ഒരു അരമനയൊക്കെ പണിത് ഒരാളുണ്ട്, വളരെ പവർഫുള്ളാണ്, സൈന്യമുണ്ട്, നമുക്കിതൊന്നും ശരിയായ രീതിയിലില്ല, ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു സെറ്റപ്പ് വേണം. ജനങ്ങൾ കരഞ്ഞു. അപ്പോൾ ദൈവം മനസ്സില്ല മനസ്സോടെ ശൗൽ എന്ന് പറയുന്ന പഴയ നിയമത്തിലെ സോൾ ഒരു രാജാവിന് വാഴിച്ചു കൊടുത്തു. ആ സമയത്ത് ശമൂവേൽ ഒത്തിരി കരയുന്നുണ്ട് അല്ലെ, ഇവര് ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയ സമയത്ത് കരയുന്നുണ്ട്. ഈ ജനം ഇങ്ങനെ പറയുന്നു. അപ്പോൾ ദൈവം എന്താ പറഞ്ഞത്? അവർ നിന്നെയല്ല എന്നെയാണ് തള്ളിക്കളഞ്ഞത്, ഞാൻ അവർക്ക് രാജാവായിരിക്കെ. ദൈവത്തിന്റെ ഒറിജിനൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ രാജാവായി നിന്നുകൊണ്ട് ദൈവത്തിന്റെ ഒരു ഭരണത്തിൽ നിയമത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുക. പക്ഷെ അത് അപ്സെറ്റ് ആക്കിയത് ജനങ്ങളുടെ മുറവിളിയാണ്. അങ്ങനെ ആദ്യത്തെ രാജാവ് ശൗല് 40 വർഷം ഭരിച്ചെങ്കിലും ആദ്യത്തെ 2 വർഷമേ ദൈവത്തിൻ്റെ ഹിതപ്രകാരവും അനുസരണത്തിലും ദൈവാത്മാവിലും ചെയ്തുള്ളൂ. അതിനുശേഷം 38 സംവത്സരങ്ങൾ പൈശാചിക ശക്തികളാൽ ബാധിതനായി ദൈവത്തിൽ നിന്നും അകന്ന് ഒരു ദുർഭരണത്തിൻ്റെ കാലഘട്ടമായിരുന്നു. ആ സമയത്ത് ദൈവം എഴുന്നേൽപ്പിച്ച ഒരു പുരുഷനാണ് ദാവീദ്. ചില വചനങ്ങളൊന്നും നമുക്ക് ആദ്യം വായിക്കാം. 2 സാമുവേൽ 8:5. 2 ശമൂവേലിന്റെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വചനം. ഇങ്ങനെ ദാവീദ് എല്ലാ ഇസ്രായേലിനെയും വാണു. ദാവീദ് തന്റെ സകല ജനത്തിനും നീതിയും ന്യായവും നടത്തിക്കൊടുത്തു. സകല ഇസ്രായേലിലും വാണു. ഇനി എസെക്കിയേൽ ചാപ്റ്റർ 37 വേഴ്സ് 24. എസെക്കിയേലിന്റെ പുസ്തകം 37-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വചനമാണ്. എന്റെ ദാസനായ ദാവീദ് അവർക്ക് രാജാവായിരിക്കും, അവർക്കെല്ലാവർക്കും ഒരേ ഇടയനുണ്ടാകും, അവർ എന്റെ വിധികളിൽ നടന്ന് എന്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. അപ്പോൾ എസെക്കിയേൽ ജീവിച്ചിരുന്ന ദാവീദിന് മുമ്പാണോ ശേഷമാണ്? ദാവീദിന് ശേഷം. പിന്നെന്താ ഇങ്ങനെ പറയുന്നത്? മൈ സെർവന്റ് വിൽ ബി കിങ് ഓവർ ദം. ഫ്യൂച്ചർ ടെൻസിലാ പറയുന്നത്. അതെന്താ അങ്ങനെ പറയുന്നത്? ദാവീദിന്റെ ഭരണവും കാലഘട്ടം എല്ലാം കഴിഞ്ഞല്ലോ. ശരിയാണ്. അതിനുശേഷം പ്രവാചകന്മാരുടെ പോലുള്ള ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് മൈ സെർവന്റ് ഡേവിഡ് വിൽ ബി കിങ് ഓവർ ദം and they will all have one shepherd. They will follow my laws and be careful to keep my decrees. അവർക്കെല്ലാവർക്കും ഒരേ ഇടയനുണ്ടാകും, അവർ എന്റെ വിധികളിൽ നടന്ന് എന്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഭാവിയിലേക്കുള്ളൊരു പ്രവചനമല്ലേ? അതെ. അപ്പൊ അതിന് എന്താ മനസ്സിലാക്കാം? അവിടെ ദാവീദ് എന്ന് ഉദ്ദേശിക്കുന്നത് വരാനിരിക്കുന്ന മശിഹയെയാണ്. അവൻ വന്നു കഴിയുമ്പോൾ എല്ലാവർക്കും ഒരിടയനാകും. ഒരു വാഗ്ദത്തമാണ്. അപ്പോ പഴയ അല്ലെങ്കിൽ ഒറിജിനൽ അല്ലെങ്കിൽ ആദ്യം ജീവിച്ച ദാവീദിനെ ബേസ് ചെയ്ത് അവന്റെ നാമം പറഞ്ഞുകൊണ്ട് ഒരു വാഗ്ദത്തം, ഒരു പ്രവചനം കാസ്റ്റ് ചെയ്യാണ് എസെക്കിയേൽ. അങ്ങനെ ഒരാൾ വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ദാവീദിന്റെ നിഴലായി നമ്മൾ യേശുവിന്റെ നിഴലായി കാണുന്നത്. ഇനി സാം 89, സങ്കീർത്തനങ്ങൾ 89, 19-21. സങ്കീർത്തനങ്ങൾ 89 അതിന്റെ 19-20 വേദവചനങ്ങൾ, 20-21 വേദവചനങ്ങൾ. അന്ന് നീ ദർശനത്തിൽ നിന്റെ ഭക്തന്മാരോട് അരുളി ചെയ്തത്, ഞാൻ വീരനായ ഒരുത്തിന് സഹായം നൽകുകയും ജനത്തിൽ നിന്നൊരു വൃതനെ ഉയർത്തുകയും ചെയ്തു. ഞാൻ എന്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി, എന്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. എന്റെ കൈ അവനോടുകൂടെ സ്ഥിരമായിരിക്കും, എന്റെ ഭുജം അവനെ ബലപ്പെടുത്തും. അപ്പോൾ സങ്കീർത്തനങ്ങളിലും അത് കാണുന്നുണ്ട്. ഇനി എബ്രായ ലേഖനം 11 വരുമ്പോൾ 11-ന്റെ 32 33 ആണെന്ന് തോന്നുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം 2 പ്രാവശ്യം വായിച്ചു. പലരെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ ശിംശോനെ കുറിച്ച് പറയുന്നു, ഗിദെയോനെ കുറിച്ച് പറയുന്നു, ഇബ്താഹിനെ കുറിച്ചും അതിൽ ദാവീദിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, സാമുവേലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിലെല്ലാം റിഫ്ലക്റ്റ് ചെയ്ത് ഇരിക്കുന്ന ഒരു കഥാപാത്രമാണ്. യേശു തന്നെ തൻ്റെ ശുശ്രൂഷയിൽ പല പ്രാവശ്യം ദാവീദിനെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം. ഇനി യേശുവിനെ ദാവീദിനെ ഇവിടെ നിർത്തുക, യേശുവിനെ ഇവിടെ നിർത്തുക. രണ്ടുപേരും തമ്മിലുള്ള സിമിലാരിറ്റീസ് നമ്മൾ നോക്കാൻ പോവുകയാണ്. എങ്ങനെ ദാവീദ് വരാനിരിക്കുന്ന മശിയുടെ നിഴലായി മാറി. നമ്പർ 1 എഴുതുക. നമ്പർ 1 ബെത്ലഹേം. അവിടെയാണ് തുടങ്ങുന്നത്. ബെത്ലഹേം.
രണ്ടുപേരും ബത്ലഹേമിലാണ് ജനിച്ചത്. ഓ വൗ വൗ വൗ, ശരിയല്ലേ? രണ്ടുപേരും ബത്ലഹേമിലാണ് ജനിച്ചേ. അപ്പോ മത്തായി 2:1 യേശു ബത്ലഹേമിൽ ജനിച്ചതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശരിയാണോന്നും ചെക്ക് ചെയ്തേക്കണേ ഞാൻ പറയുന്നതൊക്കെ. മത്തായി 2:1. ഇനി 1 Samuel 17:15, 1 ശമൂവേൽ 17:15. യേശു യഹൂദയിലെ ബത്ലഹേമിൽ ജനിച്ച ശേഷം. യേശു യഹൂദയിലെ ബത്ലഹേമിൽ ജനിച്ച ശേഷം ദാവീദ് ശൗലിന്റെ അടുക്കൽ നിന്ന് തന്റെ അപ്പന്റെ ആടുകളെ മേയ്പാൻ ബേത്ലഹേമിൽ പോയി വരിക പതിവായിരുന്നു. ബത്ലഹേമിനെ ബേസ് ചെയ്തായിരുന്നു എല്ലാം. ഇനി ഇതിനിടയിൽ രണ്ടുപേർക്കും ഇടയിൽ ഒരു വലിയൊരു പ്രോമിസ് വന്നു. മൈഖ chapter 5:2. മീഖ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വാഗ്ദത്തം. But you Bethlehem Ephrathah, though you are small among the clans of Judah, out of you will come for me one who will be ruler over Israel, whose origins are from of old, who from ancient times. മീഖ 5:2. നീയോ ബെത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. വളരെ ക്ലിയർ അല്ലേ യേശുവിനെ കുറിച്ചുള്ള, യേശുവിന്റെ ജനനത്തെ കുറിച്ചുള്ള, യേശു എവിടെ നിന്ന് ഉയർന്നു വരും എന്നതിനെ കുറിച്ചുള്ള പ്രവചനം. മീഖ പ്രവാചകൻ അവിടെ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളത് ഒരു കാര്യം ഇതാണ്. ബത്ലഹേമിൽ നിന്ന് വരും എന്നെല്ലാം പറഞ്ഞിട്ട് who will be ruler over Israel, then whose origins are from of old. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും. ഭയങ്കര സംഭവം. യേശുവിന്റെ ഉത്ഭവം, അവൻ നിത്യനാണ്. അവൻ കാലങ്ങൾക്ക് മുമ്പ്, ആദിക്ക് മുമ്പ് ഒരു അനാദി ഉണ്ട് എന്ന് പറഞ്ഞാൽ പ്രീ ഹിസ്റ്റോറിക് ഡേയ്സ്. അവിടെ നിന്നാണ് അവന്റെ ഉത്ഭവം. അപ്പൊ ബത്ലഹേമിൽ നിന്ന് സകല ജനത്തിനും വേണ്ടിയുള്ളൊരു റൂളർ എഴുന്നേറ്റ് വരും. അവന്റെ ഉത്ഭവം പുരാതനമായത്. രണ്ടുപേരും ബത്ലഹേമിൽ ജനിച്ച് ബത്ലഹേമിൽ നിന്ന് പുറപ്പെട്ട് വന്നവരാണ്. രണ്ടാമത്തെ സാദൃശ്യം, അനൗൺസ്മെന്റ്സ് ബൈ മെൻ ഓഫ് മിറാക്കുലസ് ബർത്ത്. രണ്ടുപേരെയും അനൗൺസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ഥാപിക്കുന്നത്, പ്രഖ്യാപിക്കുന്നത് അത്ഭുതകരമായ ജനനം ഉണ്ടായ രണ്ടുപേരാണ്. ഞാനിത് പറയുമ്പോൾ മനസ്സിലാവും. ഉദാഹരണത്തിന് സാമുവേൽ എന്ന പ്രവാചകനാണ് ദാവീദിനെ അഭിഷേകം ചെയ്യുന്നതും അവരോധിക്കുന്നതും രാജാവായി പ്രഖ്യാപിക്കുന്നതും. ശരിയാണോ? 1 Samuel chapter 16:12-13. 1 ശമൂവേൽ 16:12-13 വചനങ്ങളിൽ നമുക്കത് കാണാം. വായിക്കാമെങ്കിൽ വായിച്ചു. ഉടനെ അവൻ ആളയച്ച് അവനെ വരുത്തി. എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയുമായിരുന്നു. അപ്പോൾ യഹോവ, എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെയാകുന്നു എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്റെ മേൽ വന്നു. അവിടെ ഈ സാമുവേലാണല്ലോ അഭിഷേകം ചെയ്യുന്നത്, പ്രഖ്യാപിക്കുന്നത്, അനൗൺസ് ചെയ്യുന്നത്. ഈ സാമുവേലിന്റെ ജനനം നടത്തും. എത്ര പേർക്ക് അറിയാം? 1 Samuel chapter 1 പറയുന്നുണ്ട്. അവിടെ ഹന എന്ന് പറയുന്ന ഒരു ലേഡി, ഭർത്താവിന് 2 ഭാര്യമാർ. അതിൽ ആദ്യത്തെ ഭാര്യ ഫിനീനയ്ക്ക് എല്ലാ വർഷവും മക്കളുണ്ട്. ഞാൻ സാറിന് പറഞ്ഞ ബേബി മെഷീൻ ആയിരുന്നു. എല്ലാ വർഷവും മക്കളുണ്ട്. ഇവൾക്ക് ഒരു കുഞ്ഞു പോലും ഇല്ല. പക്ഷേ എൽക്കാന ഒത്തിരി അഡ്ജസ്റ്റബിൾ ആയിരുന്നു. കാരണം ഈ ഹന്നയ്ക്ക് ഭയങ്കര മനപ്രയാസം, പ്രത്യേകിച്ച് ഇവളിങ്ങനെ പോക്കിയായിരുന്നു. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ പോക്കിങ് അതൊന്നുമല്ല, ഒറിജിനൽ പോക്കിങ് ഉണ്ടായിരുന്നു. ആരെ? പെനീന ഹന്നയെ എപ്പോഴും കുത്തി നോക്കുമായിരുന്നു. കുഞ്ഞുങ്ങളില്ല എന്ന ദുഃഖത്തിൽ എങ്ങനെ ജീവിക്കുന്ന സമയത്താണ് ഇവളുടെ കുത്തുവാക്കും കൂടി കേട്ട് കഴിയുമ്പോൾ വലിയ പ്രയാസം. പുള്ളി ഭയങ്കര കൗൺസിലർ ആര്? കേൾക്കാനാ. ഞാൻ നിനക്ക് 10 മക്കളേക്കാൾ നല്ലതല്ല ഞാനില്ലേ നിനക്ക് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആശ്വാസവാക്കൾ. ഇതൊക്കെ പറഞ്ഞാലും കൊച്ചിന് കൊച്ചു വേണം എന്ന പിടിവാശിയിലായിരുന്നു ഹന. ഒരു ദിവസം ദേവാലയത്തിലേക്ക് ചെല്ലുന്നു. ബാക്കി പറഞ്ഞ എന്തുണ്ടായി അവിടെ അവൾ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്ന് പ്രാർത്ഥിക്കുന്നു.
പുരോഹിതൻ അവളെ തെറ്റിദ്ധരിക്കുന്നു. പക്ഷെ അവളൊരു കാര്യം പറഞ്ഞു, നീ ഒരു ആൺ പൈതലിനെ തന്നാൽ ഞാനങ്ങ് തിരിച്ചു തന്നെ, ജീവപര്യന്തം യഹോവയുടെ ആലയത്തിന് ഞാൻ അങ്ങ് തന്നേക്കാം എന്നൊരു നേർച്ച അങ്ങ് നേർന്നു. ഏതായാലും സൂക്ഷ്മം അടുത്ത വർഷം അവൾക്കൊരു ആൺകുഞ്ഞുണ്ടായി. അവനിട്ട പേരാണ് ശമൂവേൽ. ഈ ശമൂവേലാണ് ദാവീദിനെ അഭിഷേകം ചെയ്യുന്നതും ദാവീദിനെ നിയമിച്ച് പ്രഖ്യാപിക്കുന്നതും. യേശുവിൻ്റെ അടുക്കിലേക്ക് വാ. യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ ഇതുപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായി. സ്നാപക യോഹന്നാൻ എന്നറിയപ്പെടുന്ന യേശുവിൻ്റെ ഒരു കസിനാണ് തന്നെ ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടത് പരസ്യ പ്രഖ്യാപനം നടത്തുന്നത്. അവൻ്റെ ജനനം എങ്ങനെയായിരുന്നു? അവൻ്റെ അമ്മ സഖര്യ പുരോഹിതൻ്റെ ഭാര്യ എലിസബേത്ത് പ്രായം ചെന്നിട്ടും മക്കളില്ല. അവിടെ മക്കളില്ല. അത്ഭുതകരമായ വയസ്സാം കാലത്ത് ഈ സ്നാപക യോഹന്നാൻ ജനിക്കുന്നു. അങ്ങനെ ജനിച്ച ഒരാളാണ് യേശുവിനെ എന്ത് ചെയ്യുന്നത്? പരസ്യമായി ലോകത്തിന് പരിചയപ്പെടുത്തി പരസ്യ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നത്. രണ്ടുപേരിൽ അങ്ങനെ ഒരു സിമിലാരിറ്റി കാണുന്നില്ലേ? വണ്ടർഫുൾ. അടുത്തത് ദ റോൾ ഓഫ് എ ഷെപ്പേർഡ്. രണ്ടുപേർക്കുണ്ട്. ഇടയന്റെ ഒരു ശുശ്രൂഷ. ഫസ്റ്റ് സാമുവേൽ 16:11, 1 ശമൂവേൽ 16:11. ഇവിടെയാണെങ്കിൽ യോഹന്നാൻ 10:11, 2:11 വാക്യമാണ്. എന്റെ പുത്രന്മാർ എല്ലാവരും ആയോ എന്ന് ശമൂവേൽ ചോദിച്ചതിന് അവൻ, എന്നുവെച്ചാൽ ഇശായി, ഇനി ഉള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കുകയാകുന്നു എന്ന് പറഞ്ഞു. 1 യോഹന്നാൻ 10:11 നമ്മൾ എന്ത് കാണുന്നു? ഞാൻ നല്ല ഇടയനാകുന്നു. രണ്ടുപേരും ഇടയന്മാരാകുന്നു. ദാവീദ് ഇടയനായിരുന്നു, യേശു നമ്മുടെ ഇടയനാണ്. ദാവീദ് പരിപാലിച്ചത് ആദ്യം ആടുകളെയും അതിനുശേഷം ജനങ്ങളെയുമാണ്. അടുത്തൊരു സംഭവം, ഫെയർനെസ്, സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ രണ്ടുപേരും സുന്ദരന്മാരാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഈ ദാവീദിനെ കുറിച്ച് പറയുന്ന അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയുമായിരുന്നു. ഏത് വചനമാണ് പറഞ്ഞു കൊടുക്കുക? 16:12. അവിടെ പറയുന്നത് ഡേവിഡ് വാസ് റഡി ആൻഡ് ഓഫ് എ ഫെയർ കൗണ്ടനൻസ് ആൻഡ് ഗുഡ്ലി ടു ലുക്ക് ടു. ഭയങ്കര സുന്ദരനായിരുന്നു. യേശു സുന്ദരനാണോ? ആണോ? തീർച്ചയായിട്ടും. പക്ഷേ കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമൊന്നും ഇല്ലെന്നാണല്ലോ ക്രൂശിൽ കിടക്കുക. ഞാൻ സാധാരണ പറയുന്നത് ഈ ഭൂമിയിൽ ജീവിച്ചവരിൽ ഏറ്റവും സുന്ദരനായിരുന്നു യേശു. രണ്ട് കാര്യങ്ങളിൽ. സാധാരണ ഫിസിക്കൽ ഫീച്ചേഴ്സ്, ഫിസിക് ഇതൊക്കെ വെച്ച് മാത്രമല്ല, നമ്മൾ വായിക്കുമ്പോൾ കാണുന്ന ഹീസ് ഫെയർ ദൻ 10,000 ടു മൈ സോൾ അല്ലേ? 10,000 സുന്ദരനാണ്. ആ പാട്ടൊന്നും പാടി, 10,000 സുന്ദരൻ പാടിക്കോ, ഞങ്ങൾ ചേർന്ന് പാടും. യേശുവിൻ തോഴനെ കണ്ടേ എനിക്കെല്ലാമായവനേ, 10,000 ഏറ്റവും സുന്ദരനേ, ശാരോനിൻ പനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തി, 10,000 ഏറ്റവും സുന്ദരനേ, 10,000 ഏറ്റവും സുന്ദരനേ. ദാവീദ് ഭയങ്കര ഭംഗിയുള്ളവനായിരുന്നു. യേശുവോ അവനെ പോലെ സൗന്ദര്യമുള്ള വേറെ ഒരു പുരുഷനില്ല. ഈ 10,000 സുന്ദരൻ. അപ്പൊ 10,000 പേരിൽ സുന്ദരൻ അങ്ങനെയല്ല എന്റെ അർത്ഥം. അതൊരു ലിറ്റററി ലാംഗ്വേജ് ആണ്, പോയറ്റിക് ലാംഗ്വേജ്. നമ്മുടെ മലയാളത്തിൽ പറയുന്ന 1,000 എന്ന് പറയുന്ന അങ്ങനെ പറയുന്നേ ഉള്ളു. അതിന്റെ അർത്ഥം ഹി ഈസ് ദ ഫെയറസ്റ്റ്. അവനെ പോലെ സൗന്ദര്യമുള്ള അടുത്തത് അനോയിന്റിങ്, അഭിഷേകം. പറഞ്ഞെല്ലാവരും അഭിഷേകം. 1 ശമൂവേൽ 16:13, ഫസ്റ്റ് സാമുവേൽ 16:13, അതുപോലെ ലൂക്ക് 3:22. ഇതിലൊക്കെ രണ്ടുപേരും തമ്മിൽ കമ്പാരിസൺ കാണാം. രണ്ടുപേർക്കും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ചു.
യെസ്. അതില് സാമുവേൽ 1 ശമൂവേൽ 16:13 അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ മുന്നിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്റെ മേൽ വന്നു. ഞാൻ ഇതിനു മുമ്പൊക്കെ ഉള്ള പല മെസ്സേജിലും പറഞ്ഞിട്ടുണ്ട്, ദാവീദിന് 3 പ്രാവശ്യം അനോയിന്റിങ് കിട്ടി. ആദ്യം ഈ വീട്ടുകാരുടെ നടുവിൽ വെച്ച് അപ്പനും അമ്മയും എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് അവിടെ വെച്ച് ഒരു അഭിഷേകം. അതിനുശേഷം യഹൂദ ഗോത്രത്തിന്റെ ഒരു അവിടെ ഒരു അഭിഷേകം കിട്ടി. അതിനുശേഷം സകല ഇസ്രായേലിനും വേണ്ടിയിട്ടൊരു അഭിഷേകം. അതിനിടയിൽ 30 വയസ്സ് 17 തുടങ്ങി പോയി പല ഘട്ടങ്ങളിലായിട്ട് സംഭവിക്കും. യേശുവിന്റെ മേൽ ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇറങ്ങി വരികയാണ്. 2 പേരും അഭിഷിക്തരായിരുന്നു. യഹോവയുടെ അഭിഷിക്തൻ എന്നാണ് ദാവീദിന് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത് ദി അനോയിന്റഡ് വൺ ഓഫ് ദി ലോർഡ്. അപ്പൊ ക്രിസ്തു അവൻ അഭിഷിക്തനാണ്. മശിഹ, ക്രിസ്തു, മെസ്സായ എന്ന് പറഞ്ഞാൽ ദി അനോയിന്റഡ് വൺ. 2 പേരും അഭിഷിക്തർ. അടുത്തത് 30 വയസ്സ്. എല്ലാവരും പറഞ്ഞേ 30 വയസ്സ്. സകല ഇസ്രായേലിനും ദാവീദ് രാജാവാകുമ്പോൾ അവന് 30 വയസ്സായിരുന്നു. 2 ശമൂവേൽ 5:4 ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. 2 സാമുവേൽ chapter 5 verse number 4. ഇനി യേശു കർത്താവ് ശുശ്രൂഷ ആരംഭിക്കുന്നതും 30 വയസ്സിലാണ്. ലൂക്ക് 3:23. ജീസസ് was 30 years old when he began his ministry. 2 ശമൂവേൽ 5:4 ദാവീദ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 30 വയസ്സായിരുന്നു. ലൂക്കോസ് 3:21 യേശുവിനെ താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. ഏകദേശം 30 വയസ്സ്. അതിലൊക്കെ സാമ്യം കണ്ടോ? ഭയങ്കരം. ഇനി അതവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ 2 പേരുടെ റോളുകളിൽ, ഉദാഹരണത്തിന് 2 പേരും കിങ്, പ്രോഫറ്റ്, പ്രീസ്റ്റ്, ഈ 3 റോളുകൾ 2 പേരിലും കാണും. ഷെപ്പേർഡ് അവിടെ നിൽക്കട്ടെ. ഷെപ്പേർഡ് നമ്മൾ ആദ്യം പറഞ്ഞു. ഈ 3 റോളുകൾ ഏതാണ്? രാജാവ്, പുരോഹിതൻ, പ്രവാചകൻ. അപ്പൊ ചിലർ ഇങ്ങനെ പറയാറുണ്ട്, ദാവീദിന്റെ മേലുണ്ടായിരുന്ന 3 അഭിഷേകം ഈ 3ന്റെ അഭിഷേകമാണ്. രാജകീയാഭിഷേകം, പൗരോഹിത്യാഭിഷേകം, പ്രവാചക അഭിഷേകം. ഇത് 3ഉം 2 പേരിലുമുണ്ട്. ചില വചനങ്ങളൊക്കെ വേണമെങ്കിൽ എഴുതി വെക്കാം. 2 സാമുവേൽ 23:2 അതിൽ ഡേവിഡ് ഒരു വലിയ പ്രവാചകനായിട്ട് ഈ ദാവീദും അറിയപ്പെടുന്നുണ്ട്. യഹോവയുടെ ആത്മാവ് എന്നിൽ സംസാരിക്കുന്നു. അപ്പോ ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞു ഈ ദാവീദിന്റെ പ്രവാചക ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമാണ്. ഈ പ്രവചന ശുശ്രൂഷ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ചിന്തിക്കുന്ന ഒരാളുടെ പേര് പറയുകയോ അഡ്രസ്സ് പറയുകയോ അല്ലെങ്കിൽ അയാളുടെ രോഗവിവരങ്ങൾ വിളിച്ചു പറയുകയോ വേർഡ് ഓഫ് നോളജ്, വേർഡ് ഓഫ് വിസ്ഡം അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയും. ഇതൊന്നുമല്ല. അവന് വെളിപ്പെട്ടത് 22-ാം സങ്കീർത്തനം മാത്രം വായിച്ചാൽ മതി. ദാവീദിന്റെ പ്രവചന ശുശ്രൂഷ എന്താണെന്ന് മനസ്സിലാക്കി. വരാനിരിക്കുന്ന മശിഹ സഹിക്കാൻ പോകുന്ന സഹനങ്ങൾ മെറ്റിക്കുലസായി ആത്മാവിൽ കണ്ട് അതൊരു പാട്ടായിട്ട് എഴുതി, കമ്പോസ് ചെയ്തു, പാടി. അത്രയ്ക്ക്, അതായത് മെസ്സിയാനിക് പ്രൊഫറ്റിക് സോങ്സ് അദ്ദേഹം രചിച്ചു, പാടി. അന്ന് ദേവാലയത്തിൽ പാട്ട് പാടി. അത് കഴിഞ്ഞ് 10,000 വർഷം കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ എഴുതിയതാണ് യെശയ്യാ പ്രവാചകനും. അപ്പൊ പ്രവാചകന്മാർ എഴുതിയ പോലെ തന്നെയാണ് അദ്ദേഹം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്. രാജാവായി ഭരണപാടവത്തോടെ ഒരു രാഷ്ട്രത്തെ നയിക്കുമ്പോൾ ആ അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽസും മാനേജീരിയൽ ലീഡർഷിപ്പ് ക്വാളിറ്റീസും എല്ലാം ഒരു ഭാഗത്ത്, വേറൊരു ഭാഗത്ത് പ്രവാചകൻ. ഇത് കൂടാതെ അദ്ദേഹം ഒരു പുരോഹിതനായിട്ട് കൂടെ ഒത്തിരി സ്ഥലങ്ങളിൽ ശുശ്രൂഷിച്ചിട്ടുണ്ട്. ചില വചനങ്ങൾ എഴുതി വെക്കുക. 2 സാമുവേൽ 6:13 and 14. 2 ശമൂവേൽ 6:13-14. യഹോവയുടെ പെട്ടകം ചുമന്നവർ 6 ചുവട് നടന്ന ശേഷം അവനൊരു കാളയും തടിപ്പിച്ച കിടാവിനെയും യാഗം കഴിച്ചു. ദാവീദ് പഞ്ഞി നൂലങ്കി ധരിച്ചുകൊണ്ട് പൂർണ്ണ ശക്തിയോടെ യഹോവയുടെ മുൻപാകെ നൃത്തം ചെയ്തു. പൗരോഹിത്യ ശുശ്രൂഷയാണ് യാഗം കഴിക്കുന്നതും പഞ്ഞി നൂലങ്കി ധരിക്കുന്നതും. കഴിഞ്ഞ ദിവസം പുരോഹിതന്റെ വസ്ത്രം. ഒരു കാര്യം പറയും, രാജാവായിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും പുരോഹിതനാകാൻ സാധ്യമല്ല. ദിസ് ഈസ് എ സ്പെഷ്യൽ കേസ്. ദിസ് ഈസ് എക്സെപ്ഷണൽ കേസ്. ഒരിക്കലും ലേവ്യ ഗോത്രത്തിൽ ജനിക്കണമെന്ന് നമ്മൾ കണ്ടില്ലേ? ഇദ്ദേഹം ലേവ്യ ഗോത്രത്തിൽ ജനിച്ചാണോ? നോ.
യഹൂദ ഗോത്രത്തിൽ ജനിച്ചയാളാണ്. അദ്ദേഹത്തിന് സാധ്യമല്ല, പക്ഷേ സാധ്യമായി. സ്പെഷ്യൽ കേസായിട്ട് ദൈവം കണ്ടു. അതുപോലെ 3 കാര്യങ്ങൾ ഇതുപോലെ തന്നെ യേശുവിലേക്ക് വരുമ്പോഴും റെവലേഷൻ 19 വേഴ്സ് നമ്പർ 6, വെളിപ്പാട് പുസ്തകം 19:6, 16 വചനം. രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിട്ടുണ്ട്. വേറെ എല്ലാം ഞാൻ എടുത്ത് സമയം കളയുന്നില്ല. യേശു പുരോഹിതനാണെന്നാണ് ഇത്ര നാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. യേശു മഹാപുരോഹിതനാണ്. ഇനി പ്രത്യേകിച്ച് വാക്യം വേണ്ടല്ലോ. രാജാവാണെന്ന് പ്രൊഫസർ പറയുന്നു. പിന്നെ അടുത്തത് എന്താണ്? പ്രവാചകനാണ് യേശു എന്നുള്ളതിന് ഇനി എന്തെങ്കിലും പറയണോ? കാരണം എത്രയോ വട്ടം നമ്മൾ കണ്ടു. മോശയെ പോലെ ഒരു പ്രവാചകൻ, നിന്നെ പോലൊരു പ്രവാചകൻ, പിന്നെ പ്രവചന ശുശ്രൂഷകളിലേ ഉള്ളൂ. പലരും ഇന്ന് കാണുന്ന യേശു പ്രവാചകൻ മാത്രമായിട്ടാണ്. പക്ഷേ ഇതെല്ലാം കൂടി ഉണ്ട് മക്കളെ. പുരോഹിതനാണ്, പ്രവാചകനാണ്, രാജാവാണ്, 2 പേരും. ഓക്കെ, എന്നാൽ അതോട് ചേർന്ന് 1-2 കാര്യം കൂടി പറഞ്ഞോട്ടെ, സമയമുണ്ടെങ്കിൽ. പോലെ തിരക്ക് പിടിക്കല്ലേ. 1-2 കാര്യം കൂടി. ഈ ദാവീദ് ചില സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഐ എം എ പുവർ മാൻ, ദ പുവർ മാൻ ക്രൈഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നു, ഞാൻ എളിയവനാകുന്നു. ചില വചനങ്ങൾ എഴുതിക്കോളും. 1 Samuel 18:23, 1 Samuel 18:23, ഐ എം എ പുവർ മാൻ ലൈറ്റ്ലി എസ്റ്റീംഡ്. അതുപോലെ 2 Samuel 7:18, 2 Samuel 7:18. പല സ്ഥലങ്ങളിലും അദ്ദേഹം എഴുതുന്നുണ്ട്, പറയുന്നുണ്ട്, ഞാൻ എളിയവനാകുന്നു, ഞാൻ ദരിദ്രനാകുന്നു. തന്നെത്താൻ ഇങ്ങനെ താഴ്ത്തുന്ന ഒരു കാര്യം കാണാം. അപ്പോൾ തന്നെ ഒരു കാര്യം കൂടി ഓർക്കണം, ഈ ദാവീദ് വലിയൊരു രാജാവായ ശേഷവും പറഞ്ഞു ഞാൻ എളിയവനും ദരിദ്രനുമാകും. അതുപോലെ ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ പറയണ്ടേ, ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാനും എൻ്റെ ഗൃഹവും എന്തുള്ളൂ. അതല്ലേ നമ്മളൊരു പാട്ട് പാടുന്നത്, ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ, ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇതുപോലെ താഴ്മയോടെയാണ് പലപ്പോഴും ദാവീദ്. ഇത് തന്നെയാണ് യേശു. ഒന്ന് താഴ്മയും സൗമ്യതയും. അത് കൂടാതെ പരമസമ്പന്നനായവൻ ദരിദ്രനായി. എന്തിനു വേണ്ടി? നമ്മുടെ ദാരിദ്ര്യം മാറ്റാൻ. അതാണ് 2 Corinthians 8:9 എന്ന് പറയുന്നത്. യേശു ക്രിസ്തു സമ്പന്നനായിരിക്കെ, ധനികനായിരിക്കെ, അവൻ നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പൊ ദാവീദ് അവിടെ ദരിദ്രനാണ് എന്ന് പറയുന്നു, പക്ഷെ സമ്പന്നനാണ്, പരമസമ്പന്നനാണ്, രാജാവാണ്, തങ്കമാണല്ല മൊത്തം, സിംഹാസനം വീടും എല്ലാം തങ്കമാണ്. എന്നാലും ഞാൻ ദരിദ്രനാണ്. അവൻ ദരിദ്രനായി തന്നെത്താനാക്കി. അതുപോലെ തന്നെ യേശു കർത്താവ് സകല ധനവും മാനവും ഉണ്ടായിരിക്കെ നമുക്ക് വേണ്ടി അവൻ ദരിദ്രനായി. എനിക്ക് ഇനിയും പറയാനുണ്ട്, കുറെ പറയാനുണ്ട്, നാളെ പറയാം. നമ്മുടെ സമയം തീരുകയാണ്. അപ്പോൾ 2 പേരിലുമുള്ള ഭയങ്കരമായ ഒരു സാമ്യം അതിഭയങ്കരമാണ്. ശരിക്കും ഈ ഒരു താരതമ്യ പഠനം ശരിക്കും ഒത്തിരി ആഴങ്ങളിലേക്ക് പോകാനുണ്ട്. ഒത്തിരി ആഴങ്ങളിലേക്ക് പോയാൽ ചിലപ്പോൾ തിരിച്ചു കയറില്ല. അതുകൊണ്ട് നമ്മൾ അത്രയും പോകുന്നില്ല. മാത്രമല്ല, ഞാൻ ഈ പഴയ നിയമ ഭാഗങ്ങളൊക്കെ ഒത്തിരി എടുത്ത് പറയുമ്പോൾ ഒത്തിരി പേർക്ക് ഇതൊന്നും വായിച്ച് പരിചയമില്ല. അതുകൊണ്ട് ദാവീദ് എന്നൊക്കെ പറയുമ്പോൾ ദാവൂദ് ഇബ്രാഹിം കേട്ടിട്ടുണ്ട്, പക്ഷേ ഈ ദാവീദ് ആരാണ്? ചിലരൊക്കെ അങ്ങനെ ചിന്തിക്കും. അത്രയും പോലും പഴയ നിയമങ്ങൾ. പക്ഷേ ഈ നാളുകളിൽ ഈ ഭാഗങ്ങളെങ്കിലും വായിച്ച് പോകണം. ഒരുവിധം ഗ്രിപ്പായി കഴിഞ്ഞാൽ പിന്നെ തിരുവെഴുത്തുകൾ തുറന്നു വരും. ഹല്ലേലൂയ. സിസ്റ്റർ പ്രാർത്ഥിച്ചു. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിനെയും ദാവീദിനെയും കുറിച്ചാണല്ലോ കർത്താവേ ഞങ്ങൾ ഇതുവരെയും പഠിച്ചത്. ഞങ്ങൾ ഇന്ന് അതിന്റെ പഠനം തുടങ്ങിയിരിക്കുകയാണ്. ദൈവമേ, യേശുവും ദാവീദും ഇടയന്മാരായിരുന്നു. 2 പേരും ഒരേ പ്രായത്തിൽ ദൈവിക ശുശ്രൂഷയിലേക്ക് കടത്തപ്പെട്ടു. 2 പേരും അഭിഷിക്തന്മാരായിരുന്നു എന്നൊക്കെ ഞങ്ങൾ കേട്ടു കർത്താവേ. ഇന്ന് കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. അതേ അഭിഷേകം, അതേ ശുശ്രൂഷ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങളിപ്പോൾ സ്വീകരിക്കുകയാണ് കർത്താവേ. യേശുവിൽ നിന്ന് ഞങ്ങളത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങളിപ്പോൾ സ്വീകരിച്ച് എടുക്കുകയാണ്
കർത്താവെ. അത് മാത്രമല്ല കർത്താവെ, പരമസമ്പന്നതയിൽ നിൽക്കുമ്പോൾ പോലും എളിയവനും ദരിദ്രനും എന്ന് പറയുന്ന ആ മനോഭാവത്തിലേക്ക് കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലും അതുപോലുള്ള മനോഭാവത്തിലേക്ക് എത്തിച്ചേരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അതോടൊപ്പം തന്നെ കർത്താവെ, ഇന്ന് വ്യത്യസ്തമായ വിഷയങ്ങൾ നിമിത്തം ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ കർത്താവെ, പ്രാർത്ഥിക്കാൻ വേണ്ടി ഇന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, അവർക്കായിട്ട് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ വിഷയത്തിന്റെ നടുവിൽ ഒരു വലിയ വിടുതൽ ഉണ്ടാകട്ടെ. സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന, ചില സാമ്പത്തിക കാര്യങ്ങൾ നടക്കുവാൻ വേണ്ടി എഴുതി പ്രാർത്ഥിക്കുന്ന, ചില സ്ഥലത്ത് അപേക്ഷകൾ കൊടുത്ത് കാത്തിരിക്കുന്ന, ചില കാര്യങ്ങൾ ഇതൊന്ന് നടന്ന് കിട്ടിയെങ്കിൽ ഇതുപോലെ വഴിയൊന്ന് തുറക്കപ്പെടുമായിരുന്നു എന്ന് കരുതുന്ന, ഒരു കൊച്ചു വഴി തുറന്നെങ്കിൽ ഒരു വലിയ വഴി അതിന്റെ പിറകിലുണ്ട് എന്ന് മനസ്സിലാക്കത്തക്ക വിധത്തിൽ പ്രാർത്ഥനയോടിരിക്കുന്ന ചില ആളുകൾ, ചില ബിസിനസ് സംരംഭങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കർത്താവെ, ഇപ്പോൾ അവർക്കായിട്ട് അങ്ങയുടെ കരം അങ്ങ് തുറക്കുന്നത് കർത്താവെ ഞാനിപ്പോൾ കാണുകയാണ്. കർത്താവിൽ ഞാൻ അങ്ങനെ കാണുകയാണ്. ഒരു തുരങ്കത്തിന്റെ വാതിൽ തുറക്കുന്നത് പോലെ ഇത്രയും നാൾ ശ്വാസം മുട്ടി നിന്ന ചില വിഷയങ്ങൾ, സാമ്പത്തിക മേഖലയിൽ ശ്വാസം മുട്ടി നിൽക്കുന്ന ചില ആളുകൾ തുരങ്കത്തിന്റെ വാതിൽ തുറക്കുന്നത് പോലെ, ഒരു ടണലിന്റെ വാതിൽ തുറന്ന് പുറത്ത് കടന്നിട്ട് വലിയ ശ്വാസം എടുക്കുന്നത് പോലെ എന്തിൽ നിന്നൊക്കെയോ പുറത്തു വരുന്ന ഒരു കാഴ്ച പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാണ്. ചില കടങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരികയാണ്. ചില ലോണിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരികയാണ്. കൊടുത്തു വീട്ടുവാനുള്ള ചില കാര്യങ്ങളിൽ നിന്ന് ചിലർ പുറത്തു വരികയാണ്. ചില ഭീഷണിക്കകത്തു നിന്ന് ചിലർ പുറത്തു വരികയാണ്. ഗവൺമെന്റ് തലത്തിൽ അല്ലെങ്കിൽ ബാങ്കിന്റെ തലത്തിൽ കിടക്കുന്ന ചില ജപ്തികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. അത് മാത്രമല്ല, ചില ഗവൺമെന്റ് തലത്തിൽ ടാക്സോ മറ്റു കാര്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ കിടക്കുന്ന ചില നൂലാമാല കേസുകൾക്കകത്ത് നിന്നിട്ട് ശ്വാസം കിട്ടുന്നത് പോലെ ചില ആളുകൾ പുറത്തു വരികയാണെന്ന് പരിശുദ്ധാത്മാ പറയുന്നു. താങ്ക് യു ജീസസ് ലോർഡ്. കർത്താവെ, അങ്ങ് അത്ഭുതകരമായ ഒരു വിടുതൽ ഇന്ന് അങ്ങ് ചെയ്തതിനായി നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ലോർഡ്. കരങ്ങൾ ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിച്ച് വിശ്വാസത്താൽ നിങ്ങൾക്കുള്ള രോഗ സൗഖ്യത്തെയും വിടുതലിനെയും അനുഗ്രഹത്തെയും അത്ഭുതങ്ങളെയും യേശുവിൽ നിന്ന് സ്വീകരിക്കുക കർത്താവെ. വിശ്വാസത്താൽ ഈ ജനങ്ങൾക്ക് ആവശ്യമുള്ള വിടുതലുകൾ ഞങ്ങൾ ഇപ്പോൾ പകരുകയാണ്. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഇന്ന് എന്താ ആഴ്ചയാ? നമ്മുടെ ഉപവാസ പ്രാർത്ഥന 5-ാം ദിവസം. ഇന്ന് വൈകിട്ട് ഹീലിംഗ് ക്രൂസേഡും ഫാസ്റ്റിംഗ് പ്രേയറും ഒരുമിച്ച് ചേരുന്നു. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് വൈകിട്ട് 7 മണിക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം ലൈവായി നിങ്ങൾക്ക് പങ്കെടുക്കാം. ഫാസ്റ്റിംഗിൽ ഇരുന്നാലും ഇല്ലേലും മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ലൈവ് ചാറ്റിൽ ആ സമയത്ത് ഒത്തിരി പ്രാർത്ഥന വിഷയങ്ങൾ ഇട്ടുകൊണ്ടിരിക്കാം. ഒത്തിരി ദേവദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. രോഗികളെ പങ്കെടുപ്പിക്കുക. സൂമിലായാലും രോഗികൾക്ക് സൂം ഗാലറിയിൽ വരാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നേരിട്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നാളെ നമുക്കിത് കണ്ടിന്യൂ ചെയ്യണം. കാരണം കുറേ കാര്യങ്ങൾ കൂടി നമുക്ക് ചിന്തിക്കാനുണ്ട്. നിങ്ങളുണ്ടാവുമോ? മറന്നു പോകരുത്. എല്ലാവർക്കും ഇതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് പ്രാർത്ഥന വിഷയങ്ങൾ കൂടി ഉള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ പ്രെയർ ലൈനിൽ നിങ്ങൾക്ക് വിളിക്കാം. ബ്ലെസ്സിങ് ടുഡേ ഇഷ്ടമാണെങ്കിൽ ആ ലൈവ് ചാറ്റിൽ തന്നെ ഒരു തംസപ്പ് ഇടാം. ഭയങ്കര ഇഷ്ടമാണെങ്കിൽ 1-2 എപ്പിസോഡൊക്കെ ഒന്ന് സ്പോൺസർ ചെയ്തേക്ക്. മറ്റുള്ളവർക്ക് കൂടെ പ്രയോജനകരമാണ്. മാത്രമേ അതിൻ്റെ ലിങ്കുകൾ ഒത്തിരി പേർക്ക് നിങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്തോ വാട്സപ്പിലൂടെയൊക്കെ അയച്ചു കൊടുക്കുക. വൈകിട്ട് കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.